കോടതി ഇടപെടലിനെ തുടർന്ന് നിർത്തിവച്ചിരുന്ന സ്വകാര്യ ആശുപത്രിയിലെ നഴ്സിംഗ് സമരം വീണ്ടും ആരംഭിച്ചത് ചുരുക്കം ചില സ്വകാര്യ ആശുപത്രി പ്രവർത്തനങ്ങളെ ബാധിച്ചു. യുണൈറ്റഡ് നഴ്സിംഗ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സമരം നടത്തുന്ന നഴ്സുമാർ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ജോലിഭാരം 8 മണിക്കൂറാക്കുക, വേതനം വർദ്ധിപ്പിക്കുക, മാനേജ്മെന്റുകളുടെ പീഡനം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സ്വകാര്യ ആശുപത്രി നഴ്സുമാർ സംസ്ഥാന വ്യാപകമായി പണിമുടക്കിയത്. നഴ്സുമാരുടെ സമരം തീർക്കാൻ സർക്കാർ ഇടപെട്ടെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. സമരം കോടതി കയറിയതോടെ സമരം ഒത്തുതീർപ്പിലെത്തിക്കാനും ആശുപത്രി സേവനം മുടങ്ങാതിരിക്കാനും കോടതി നിർദ്ദേശം നൽകി. വേതന വർധന ഉൾപ്പെടെ നഴ്സുമാരുടെ ആവശ്യം മാനേജ്മെന്റ് അംഗീകരിക്കാതെ വന്നതോടെയാണ് നഴ്സുമാർ വീണ്ടും സമരത്തിനിറങ്ങിയത്. സംസ്ഥാനത്തെ നല്ലൊരു ശതമാനം അസുഖബാധിതർ ചികിത്സ തേടുന്ന സ്വകാര്യ ആശുപത്രി പ്രവർത്തനം അവതാളത്തിലാവുന്നത് സംസ്ഥാനത്തിന്റെ ആരോഗ്യ മേഖലയെ പ്രതികൂലമായി ബാധിക്കും. 7 വർഷമായിട്ട് ശമ്പളമൊന്നും കൂട്ടി തന്നിട്ടില്ല. ഞങ്ങൾക്ക് മിതമായ ശമ്പളം കിട്ടണം. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ എല്ലാ നഴ്സുമാരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടല്ലേ? മാനേജ്മെന്റ് ചേഞ്ച് ആവും, അപ്പൊ നിങ്ങളുടെ സാലറി കൂട്ടിത്തരാം എന്നാ പറയുന്നത്. ഞങ്ങളുടെ ആവശ്യങ്ങൾ പറയുമ്പോൾ അവര് ചേഞ്ച് ചെയ്യുന്ന അവരുടെ തീരുമാനം എന്തോ അതുപോലെ ചെയ്യാൻ പറ്റുള്ളൂ എന്നാ പറയുന്നത്. ഞങ്ങൾ ഇത്ര 7, 13, 15 വർഷമായ സ്റ്റാഫ്മാർ ഇപ്പോഴും 20, 28 വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്മാർ. ഞങ്ങൾക്ക് ഒരു അലവൻസ് ഇല്ല, ഒരു ബോണസ് ഇല്ല, ഒരു PF ഒന്നുമില്ല. അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സ്ട്രൈക്ക് ചെയ്യുന്നു. സാലറിയിൽ ഇൻക്രിമെന്റ് വന്നിട്ട് ഇപ്പം 8 വർഷത്തിൽ കൂടുതലായി. 2018 കൂടിയ സാലറിയാണ്. അതിനുശേഷം ഇതുവരെ അതിലൊരു ചേഞ്ചസ് ഉണ്ടായിട്ടില്ല. അപ്പൊ അതിന് നമ്മളൊരു 4 ദിവസത്തെ മീഡിയേഷൻ ഉണ്ടായിരുന്നു ഹൈക്കോടതി വെച്ച്. അവിടെയും ചർച്ച പരാജയപ്പെട്ടതിന്റെ പേരിലാണ് ഇപ്പൊ നമ്മൾ ടോട്ടലായിട്ട് സ്റ്റാഫുകൾ ഇറങ്ങിയിട്ട് സമരത്തിന് ഇറങ്ങിയിരിക്കുന്നത്. നമുക്ക് ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് അച്ഛന്മാർ. എന്താണോ സംസാരിക്കുന്നത് നമ്മുടെ എഗ്രിമെന്റ് ഓക്കെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ സമരം പിൻവലിക്കാം. അതാണ് കണ്ടിന്യൂ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.